എല്ലാവർക്കും നമസ്കാരം. പഴുത്ത ചക്ക കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാവുന്ന വ്യത്യസ്ത രുചിയിലുള്ള 2 പലഹാരങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ പാകത്തിന് പഴുത്ത് നല്ല മധുരമുള്ള 10 ചക്കച്ചുളകൾ കുരുവെല്ലാം ഒഴിവാക്കി ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതലായി പഴുത്തു പോയ ചക്കയും കൂഴച്ചക്കയും ഉപയോഗിച്ച് ഈ 2 പലഹാരങ്ങളും തയ്യാറാക്കിയാൽ അത്ര പെർഫെക്റ്റായി കിട്ടണമെന്നില്ല. അതുകൊണ്ട് വരിക്കച്ചക്ക ഉപയോഗിച്ച് വേണം ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പലഹാരം തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലെല്ലാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഒപ്പം തന്നെ നമ്മുടെ പലഹാരം നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. ഒപ്പം തന്നെ മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഒപ്പം തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് 1 നുള്ളു ഉപ്പും കൂടെ തന്നെ നല്ലൊരു കളറിനായിട്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പോലെ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. കൂടുതൽ ലൂസായി പോയാൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ചേർത്തിട്ടൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തീയൊന്ന് മീഡിയത്തിനും ഹൈന് ഇടയിൽ വെച്ചിട്ട് 1 കഷ്ണം ചക്ക എടുത്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചക്ക കഷ്ണങ്ങളും ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം ചക്ക ഇട്ട് കൊടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് തീ എപ്പോഴും കുറച്ചൊന്ന് കൂട്ടി വെച്ച് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാവും കൂടുതൽ നല്ലത്. ചക്കയെല്ലാം ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് പാകത്തിനൊന്ന് ഫ്രൈ ആയി കളറെല്ലാം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട ശേഷം അടുത്ത സൈഡ് കൂടി പാകത്തിനൊന്ന് ഫ്രൈ ആയി നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചക്ക പൊരിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പലഹാരം തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ സാധാ പച്ചവെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർക്കാം. ഹെൽത്തിയായി തയ്യാറാക്കണമെന്നുള്ളവർക്ക് മൈദയ്ക്ക് പകരമായിട്ട് ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 ചുള ചക്ക ചേർക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പഴുത്തു പോയ കൂഴച്ചക്ക ചേർക്കാതെ ഇതുപോലെ പാകത്തിന് മാത്രം പഴുത്ത വരിക്കച്ചക്ക വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് 1 നുള്ളു ഉപ്പും ഒപ്പം തന്നെ നല്ലൊരു കളറിനായിട്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ചക്കയുടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. നമ്മളിതുപോലെ സ്പൂണിൽ കോരി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടു വരാത്ത വിധത്തിൽ കുറച്ച് കട്ടിയായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി കൂടുതൽ ലൂസായി പോയാൽ കുറച്ചുകൂടി മൈദ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ പലഹാരം തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മിക്സ് നേരിട്ട് വെളിച്ചെണ്ണയിലേക്ക് കോരി ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം തീയൊന്ന് മീഡിയത്തിനും ഹൈ ഇടയിൽ വെച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ ഒരു മിക്സ് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കോരി ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഒഴിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് കിട്ടും. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാവ് ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ പലഹാരം ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതെല്ലാം എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കളറെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ രുചികരമായി തയ്യാറാക്കിയെടുക്കാവുന്ന നമ്മുടെ രണ്ടാമത്തെ പലഹാരവും ഇവിടെ റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഈ 2 പലഹാരങ്ങളും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൂടി 3-4 തവണകളായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പഴുത്ത ചക്ക കൊണ്ട് തയ്യാറാക്കിയ ഈ 2 പലഹാരങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലെ കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.